ജൂലൈയിൽ നടക്കാൻ പോകുന്ന 10th പ്രിലിംസിലെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കിലെ എല്ലാ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 ജനിച്ചു. 1928 സെപ്റ്റംബർ 20 അന്തരിച്ചു. 1856 ഓഗസ്റ്റ് 20 മുതൽ 1928 സെപ്റ്റംബർ 20 മുതലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലയളവ്. ചട്ടമ്പി സ്വാമികൾ ജനനം 1853 ഓഗസ്റ്റ് 25 അന്തരിച്ചത് 1924 മെയ് 5. 1853 ഓഗസ്റ്റ് 25 മുതൽ 1924 മെയ് 5 വരെ. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 മുതൽ 1941 ജൂൺ 18 വരെ. 1863 ഓഗസ്റ്റ് 28 ജനനം, മരണം 1941 ജൂൺ 18. കുമാരഗുരുദേവൻ ജനനം 1879 ഫെബ്രുവരി 17, മരണം 1939 ജൂൺ 29. മന്നത്ത് പത്മനാഭൻ ജനനം 1878 ജനുവരി 2, മരണം 1970 ഫെബ്രുവരി 25. വി ടി ഭട്ടതിരിപ്പാട് ജനനം 1896 മാർച്ച് 26, മരണം 1982 ഫെബ്രുവരി 12. പണ്ഡിറ്റ് കറുപ്പൻ ജനനം 1885 മെയ് 24, മരണം 1938 മാർച്ച് 23. ഈ 7 നവോത്ഥാന നായകന്മാരാണ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത്. ഇവരുടെ ജനനവുമായി ബന്ധപ്പെട്ട് കാലഗണനാക്രമത്തിൽ എഴുതാൻ ഇതിനു മുൻപും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കാലഗണനാക്രമം ഒന്ന് പഠിക്കാം. ആദ്യം ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25. ദെൻ ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20. അതിനുശേഷം അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28. മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2. കുമാരഗുരുദേവൻ 1879 ഫെബ്രുവരി 17. പണ്ഡിറ്റ് കറുപ്പൻ 1885 മെയ് 24. വി ടി ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, കുമാരഗുരുദേവൻ, വി ടി ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം 1856, ചട്ടമ്പി സ്വാമികൾ 1853, അയ്യങ്കാളി 1863, കുമാരഗുരുദേവൻ 1879, മന്നത്ത് പത്മനാഭൻ 1878, വി ടി ഭട്ടതിരിപ്പാട് 1896, പണ്ഡിറ്റ് കറുപ്പൻ 1885. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം, വയൽവാരം വീട്. ചട്ടമ്പി സ്വാമികൾ കൊല്ലൂർ കണ്ണമൂല, തിരുവനന്തപുരം, ഉള്ളൂർക്കാട് വീട്. അയ്യങ്കാളി വെങ്ങാനൂർ, തിരുവനന്തപുരം, പ്ലാവത്തറ വീട്. കുമാരഗുരുദേവൻ ഇരവിപേരൂർ, പത്തനംതിട്ട. മന്നത്ത് പത്മനാഭൻ പെരുന്ന, കോട്ടയം, മന്നത്ത് തറവാട്. വി ടി ഭട്ടതിരിപ്പാട് മേഴത്തൂർ, മലപ്പുറം. പണ്ഡിറ്റ് കറുപ്പൻ ചേരാനെല്ലൂർ, എറണാകുളം, സാഹിത്യകുടീരം. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച വർഷം 1881. SNDP സ്ഥാപിച്ചത് 1903 മെയ് 15. 1903 മെയ് 15. കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് 1905. ശ്രീനാരായണ ഗുരു കൊല്ലം ജില്ലയിൽ കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് 1905. ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയത് 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയത് 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. തിരുവിതാംകൂറിലെ ദേശീയ
ശ്രീനാരായണ ഗുരു അവരോധിക്കപ്പെട്ടത് 1911. തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി ശ്രീനാരായണ ഗുരു അവരോധിക്കപ്പെട്ടത് 1911. ഗുരു മിശ്രഭോജനം നടത്തിയത് 1915. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത് 1915. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. ആലുവയിൽ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. നമുക്ക് ജാതിയില്ലാ വിളംബരം ഗുരു നടത്തിയത് 1916. നമുക്ക് ജാതിയില്ലാ വിളംബരം ശ്രീനാരായണ ഗുരു നടത്തിയത് 1916. ശിവഗിരി ബ്രഹ്മവിദ്യാലയം ആരംഭിച്ചത് 1925. ശിവഗിരി ബ്രഹ്മവിദ്യാലയം ആരംഭിച്ചത് 1925. അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881. SNDP സ്ഥാപിതമായത് 1903 മെയ് 15. കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം 1905. ഗുരുവും ടാഗോറും കണ്ടുമുട്ടി 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് 1911. മിശ്രഭോജനം നടത്തിയത് 1915. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയത് 1916. ശിവഗിരി ബ്രഹ്മവിദ്യാലയം 1925. ശ്രീനാരായണ ധർമ്മസംഘം ആരംഭിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ധർമ്മസംഘം ആരംഭിച്ചത് 1928 ജനുവരി 9. സമസ്ത കേരള സഹോദര സമ്മേളനം നടത്തിയത് 1921 മെയ് 15. സമസ്ത കേരള സഹോദര സമ്മേളനം നടത്തിയത് 1921 മെയ് 15. ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924. ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924. ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918. രണ്ടാം ശ്രീലങ്ക സന്ദർശനം 1926. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് 1933. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് 1933. ഗുരു അവസാനം പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയം SNDP യോഗം 1927. ഗുരു അവസാനം പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്തെ SNDP യോഗം 1927. ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967 ഓഗസ്റ്റ് 21. ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967 ഓഗസ്റ്റ് 21. ശ്രീനാരായണ ധർമ്മസംഘം 1928 ജനുവരി 9. സമസ്ത കേരള സഹോദര സമ്മേളനം 1921 മെയ് 15. ആലുവ സർവമത സമ്മേളനം 1924. ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918. രണ്ടാം ശ്രീലങ്ക സന്ദർശനം 1926. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം 1933. ഗുരു അവസാനം പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്തെ SNDP യോഗം 1927. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967 ഓഗസ്റ്റ് 21. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2009. ഗുരു റിസർവ് ബാങ്കിന്റെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 2006 സെപ്റ്റംബർ 7. ശ്രീനാരായണ ട്രസ്റ്റ് ആരംഭിച്ചത് 1952. ഗുരു നൂറ്റാണ്ടിലെ മലയാളിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1999 ഡിസംബർ 31. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1887. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം നിർമ്മിച്ചത് 1887 പ്രതിഷ്ഠ നടത്തിയത് 1888 ഫെബ്രുവരി. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് 1908. 1967 ഓഗസ്റ്റ് 21 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും 2009 ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിലും 2006 സെപ്റ്റംബർ 7 റിസർവ് ബാങ്കിന്റെ നാണയത്തിലും ശ്രീനാരായണ ഗുരുവിന്റെ ആദരസൂചകമായി പുറത്തിറക്കി. ശ്രീനാരായണ ട്രസ്റ്റ് 1952. ഗുരു നൂറ്റാണ്ടിലെ മലയാളിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1999 ഡിസംബർ 31. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ചത് 1887. പ്രതിഷ്ഠ നടത്തിയത് 1888 ഫെബ്രുവരി. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം 1908. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912. ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് 1882. ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് 1882.
ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891. ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891. ഗുരു പൽപുവിനെ കണ്ടുമുട്ടിയത് 1895. ഗുരു അയ്യങ്കാളിയുമായി കണ്ടുമുട്ടിയത് 1912. ഗുരു വാഗ്ഭടാനന്ദനുമായി കണ്ടുമുട്ടിയത് 1914. ഗുരു രമണ മഹർഷിയുമായി കണ്ടുമുട്ടിയത് 1916. ഗുരു ചട്ടമ്പിസ്വാമി 1882. ഗുരു കുമാരനാശാൻ 1891. ഗുരു പൽപു 1895. ഗുരു അയ്യങ്കാളി 1912. ഗുരു വാഗ്ഭടാനന്ദൻ 1914. ഗുരു രമണ മഹർഷി 1916. ചട്ടമ്പിസ്വാമികളുടെ ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 20. ചട്ടമ്പിസ്വാമികളുടെ ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 20. ചട്ടമ്പിസ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടിയത് 1892. ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892. സദ്ഗുരു മാസിക ആരംഭിച്ചത് 1921. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി സദ്ഗുരു മാസിക ആരംഭിച്ചത് 1921. ചട്ടമ്പിസ്വാമികൾ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2014 ഏപ്രിൽ 20. ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി സദ്ഗുരു മാസിക പുറത്തിറക്കിയത് 1921. അയ്യങ്കാളി ചാലിയത്തെരുവ് ലഹള നടത്തിയത് 1898. അയ്യങ്കാളി ചാലിയത്തെരുവ് ലഹള നടത്തിയത് 1898. കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചത് 1905. കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചത് 1905. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 ഡിസംബർ 5. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 ഡിസംബർ 5. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. നെടുമങ്ങാട് ചന്ത കലാപം നടത്തിയത് 1912. നെടുമങ്ങാട് ചന്ത കലാപം 1912. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് 1938. കൊല്ലം സമ്മേളനം 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം സമ്മേളനം 1915. 90-ാം ആണ്ട് ലഹള 1915. കല്ലുമാല സമരം 1915. അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1937. അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1937. അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. തൊഴിലുറപ്പ് പദ്ധതി 2010. കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1921, 1931. 2 വർഷങ്ങളിൽ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1921, 1931. കുമാരഗുരുദേവൻ ബൈബിൾ കത്തിച്ചത് വാകത്താനത്ത് വെച്ച് 1906. കുമാരഗുരുദേവൻ ബൈബിൾ കത്തിച്ചത് വാകത്താനത്ത് വെച്ച് 1906. മന്നത്ത് പത്മനാഭന് ഭാരതകേസരി ബഹുമതി നൽകിയത് 1959. മന്നത്ത് പത്മനാഭന് ഭാരതകേസരി ബഹുമതി നൽകിയത് 1959. മുതുകുളം പ്രസംഗം നടത്തിയത് 1947. മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് 1947. മന്നത്ത് പത്മനാഭൻ INC-യിൽ അംഗത്വം 1947. മന്നത്ത് പത്മനാഭൻ INC-യിൽ അംഗത്വം നേടിയത് 1947. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗത്വം നേടിയത് 1949. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അംഗത്വം നേടിയത് 1949. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായത് 1949-50 കാലയളവിൽ. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യ പ്രസിഡന്റായത് 1949-50 കാലയളവിൽ. മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നടത്തിയത് 1959 ജൂൺ 12. മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നടത്തിയത് 1959 ജൂൺ 12. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭൻ തിരഞ്ഞെടുക്കപ്പെട്ടത് 1931. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റായത് 1931. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത് 1959.
ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത് 1959. പത്മഭൂഷൺ നേടിയത് 1966. മന്നത്ത് പത്മനാഭൻ പത്മഭൂഷൺ നേടിയത് 1966. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989. മന്നം ഷുഗർ മില്ല് സ്ഥാപിച്ചത് പന്തളത്ത് 1964. മന്നം ഷുഗർ മിൽ 1964. വി.ടി. ഭട്ടതിരിപ്പാട് KPCC സമ്മേളനത്തിൽ പങ്കെടുത്തത് 1921. വി.ടി. ഭട്ടതിരിപ്പാട് KPCC സമ്മേളനത്തിൽ പങ്കെടുത്തത് 1921. വി.ടി. ഭട്ടതിരിപ്പാട് INC-യിൽ പങ്കെടുത്തത് അഹമ്മദാബാദ് സമ്മേളനം 1921. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത INC സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929. യാചനായാത്ര നടത്തിയത് 1931. വി.ടി. ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത് 1931. വി.ടി. ഭട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് 1968. വി.ടി. ഭട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് 1968. പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് 2011 അക്കിത്തം. പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് 2011 അക്കിത്തം. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913. അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് 1922. അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് 1922. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് 2013 സുഗതകുമാരി. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് 2013 സുഗതകുമാരി. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി ലഭിച്ചത് 1913.